ചിങ്കസാറിന്റെ അടുത്തോട്ടാണെങ്കിൽ ഒരുത്തനും പേടി കൊണ്ട് വരുന്നില്ല. എന്റെ പൊന്നോ, എത്ര നേരമായി ഇവിടെ നിൽക്കുന്നു, ഇതുവരെ ഒരുത്തൻ പോലും കൈ കാണിച്ചിട്ട് നിർത്തുന്നില്ല. ദാണ്ടൊരു കാറ് വരുന്നു. എടാ നിർത്തടാ കാറ്. അമ്മേ, ഇവൻ എന്നാടാ കാറ് നിർത്താഞ്ഞേ? അല്ലടാ, ആ കാറിന് വെടിവെച്ചത് എന്നെ രക്ഷപ്പെടുത്താനായിട്ട്. ഈ പയ്യനാണോ? അയ്യോ മോനാണോ എന്നെ രക്ഷപ്പെടുത്തിയേ? ചേട്ടാ, ഞാൻ രക്ഷപ്പെടുത്തിയേ. എന്റെ ചിതകാല സ്വപ്നമായിരുന്നു ഒരു പോലീസുകാരനാവാ എന്നത്. പക്ഷെ അത് അവൻ സാധിച്ചില്ല. പക്ഷെ ഞാൻ ഒരു നല്ലൊരു വെടിവെപ്പുകാരനായി. അതെന്നാ പറ്റി മോന് പോലീസുകാരനാവാൻ പറ്റാനേ? നീളക്കുറവുകൊണ്ടാണോ? അതൊന്നും അല്ല ചേട്ടാ, വീട്ടിലെ സാഹചര്യം. ഞാൻ വീട്ടിൽ അച്ഛൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ എല്ലാം എടുത്തോണ്ട് പോകും. എന്നിട്ട് രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരം വീട്ടിൽ കയറത്തുള്ളൂ. അപ്പൊ അങ്ങനെ വന്ന് ലാസ്റ്റ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്തായാലും മോനിപ്പോ ചെയ്തത് നല്ലൊരു കാര്യമാ. എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയില്ലേ? എന്തായാലും മോൻ ഏതെങ്കിലും ഒരു ആഗ്രഹം പറ. ചിങ്കസാറിന് പറ്റുന്നതാണെങ്കിൽ ചിങ്കസാർ അല്ല. ചിങ്കസാറെ, എന്റെ കൂടെ എന്റെ കൂട്ടുകാരുടെ കൂടെയും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ ചിങ്കസാർ വരാവോ? ഞങ്ങളാണെങ്കിൽ ആൾക്കാർ തികയുന്നില്ല എത്ര നോക്കിയിട്ടും. അപ്പോഴാ ചിങ്കസാർ ഇവിടെ വെറുതെ നിൽക്കുന്ന. ഇപ്പൊ എന്നാ മോൻ വന്ന് വണ്ടി കയറ്, നമുക്ക് നേരെ കൂട്ടുകാരുടെ അടുത്ത് പോവാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം, പോരെ? ചിങ്കസാറ് ഇവരൊക്കെയാണ് എന്റെ കൂട്ടുകാര്. ഇതിനകത്ത് ആദ്യം നിൽക്കുന്ന ആളാണ് നമ്മുടെ ഷിൻചാൻ എന്റെ അനിയനായിട്ട് വരും. പിന്നെ അതിന്റെ അപ്പുറത്തേക്കുന്ന ഫ്ലാഷ് കിഡ്, പിന്നെ തൊട്ടപ്പുറത്തേക്കുന്നത് CR7. ഇവരൊക്കെ എന്തിനാടാ നീ പരിചയപ്പെടുത്തി തരുന്നേ? ഞാൻ തന്നെ പോയി പരിചയപ്പെട്ടോളാം. എന്നാ ശരിയെന്നാ, ഞാൻ പോയി പരിചയപ്പെട്ടിട്ട് വരാം. ഹലോ മോന്റെ പേരാണോ ഷിൻചാൻ? അതെ ചേട്ടാ, ഞാനാണെങ്കിൽ ഈ മൈക്കിളിന്റെ അനിയനായിട്ട് വരും. ചിങ്കസാറിന്റെ വലിയൊരു ഫാനാണ് എന്റെ ചേട്ടനും. പിന്നെ ഞാനും ചിങ്കസാറിന്റെ ഒരു ചെറിയൊരു ഫാനായിട്ട് വരും. ചിങ്കസാറിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട്. അറിയാലോ മോനെ, എന്റെ ഫാൻസ് ആണ് മോനെ സിറ്റി മുഴുവൻ. എന്തായാലും ഞാൻ ഫ്ലാഷ് കിഡിനോട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. ഫ്ലാഷ് കിഡ് മോനെ, എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? നിന്നെ ഫ്ലാഷ് ആയിട്ടൊന്നും ഇപ്പം കാണുന്നില്ലല്ലോ സിറ്റിയിൽ. അത് പിന്നെ ചേട്ടാ, എന്റെ അച്ഛൻ ഇപ്പൊ ഫ്ലാഷ് ആയിട്ട് വിടാൻ സമ്മതിക്കുന്നില്ല. എന്റെ അച്ഛനാണെങ്കിൽ ഇപ്പം ദുബായിക്ക് പോയേക്കുവാ. അപ്പം പറഞ്ഞു ഇപ്പം മോൻ ഫ്ലാഷ് ആയിട്ട് നിൽക്കണ്ട, പിന്നെ പെതുക്കെ പോയി ഫ്ലാഷ് ആയാൽ മതി. എന്തായാലും വേഗം തന്നെ വരാൻ നോക്ക്. കുറെ ആയില്ലേ രണ്ട് പെറ്റിയൊക്കെ അടിച്ചു തന്നിട്ട്. അത് ഇതാര് CR7? നിന്റെയൊക്കെ എന്താടാ, കുറെ കാലമായാലും കണ്ടിട്ട്. എന്താ അൽനസറിലൊക്കെ പോയെന്ന് കേട്ടു, പിന്നെ ഒരു മൈൻഡും ഇല്ലല്ലോ നിനക്ക്? ചിങ്കസാറെ, അതൊക്കെ ചിങ്കസാറിന് വെറുതെ തോന്നുന്നതാ. ഞാൻ കിടക്കുന്നതിന് എണീക്കുന്നതിന് മുമ്പൊക്കെ ചിങ്കസാറിനെ ഓർത്തിട്ടേ ഞാൻ എണീക്കാറൊക്കെ ഉള്ളൂ. അറിയല്ലോ, നമ്മുടെ ഫാൻസ് ആണ് ഇവിടെ മുഴുവൻ. പിന്നെ നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? സ്പൈഡർമാന് പോലെ കുറെ ആയല്ലോ കണ്ടിട്ട്. ഇപ്പൊ എന്താ ചെലന്തി വലയായിട്ട് നടക്കുന്നൊന്നും കാണുന്നില്ല സിറ്റി വഴി. രണ്ട് പെറ്റിയൊക്കെ അടിച്ചു തരണ്ടേ? ആദ്യം ഞാൻ കഴിഞ്ഞ വട്ടം തന്ന പെറ്റി ഒന്ന് അടിച്ചു തീർത്തോട്ടെ, എന്നിട്ട് ഞാൻ സിറ്റിയിലോട്ട് ഇറങ്ങാം. പെതുക്ക മതി മോനെ, പെതുക്ക മതി. കുറെ ആയി എല്ലാരും കണ്ടിട്ട്, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതാര് ബാറ്റ്മാൻ കുഞ്ഞോ? ബാറ്റ്മാൻ കുഞ്ഞിനെ കുറെ ആയല്ലോ കണ്ടിട്ട്. എന്ത് പറയാ സാറേ, കുറെ ആയി സിറ്റിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട്. മുട്ടിന് നല്ല വേദനയുണ്ട്. അപ്പൊ ഇപ്പം കഷായം മേടിച്ചോണ്ടിരിക്കുക. അപ്പൊ അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് പെതുക്കെ ഇറങ്ങാന്ന് കരുതി. പെതുക്കെ മതി. പെതുക്കെ കാലിന്റെ മുട്ടിന്റെ വേദനയൊക്കെ മാറിയിട്ട് പെതുക്കെ ഇറങ്ങിയാൽ മതി കേട്ടോ. എന്തായാലും ഇത്ര പേരെ കാണാൻ പറ്റിയില്ലേ? എന്തായാലും ഞാനും കൂടെ ഐഡൻസിക്കിന് കൂടിയാലോ മോനെ? അങ്ങോട്ട് കൂടി ചിങ്കസാറേ. അതിനല്ലേ ചിങ്കസാറിനെ ഞാൻ വിളിച്ചോണ്ട് വന്നേ. എന്തായാലും ചിങ്കസാറും കൂടി ഇവരോടെ നിൽക്കേ. എന്തായാലും ഞാൻ ഇപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. പിള്ളേരുടെ ഒരു കാര്യം, എന്തായാലും കുറെ നാളായി ഈ ഐഡൻസിക്കൊക്കെ കളിച്ചിട്ട്. എന്തായാലും ഞാൻ മിക്കവാറും തോക്കും. അപ്പം ഗൈസ്, അപ്പൊ ഐഡൻസിക്ക് തുടങ്ങാൻ സമയമായിരിക്കുകയാണ്. ഇത്രയും പേരാണ് ഒളിക്കാനായിട്ട് പോകുന്നത്. ഞാനായിരിക്കും എണ്ണുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ നിന്നുകൊണ്ടായിരിക്കും എണ്ണുന്നതെന്ന് പറയുന്നത്. എന്നിട്ട് ആദ്യം കാണുന്ന ആളെ ഞാൻ കൊല്ലുന്നതായിരിക്കും, ബാക്കി ആൾക്കാരൊക്കെ വെറുതെ വിടുന്നതായിരിക്കും. അങ്ങനെ കളി മുമ്പോട്ട് പോയി ഏറ്റവും അവസാനം നിൽക്കുന്ന ആളായിരിക്കും ജയിക്കുന്നത്. അപ്പൊ ആകെ എത്ര റൗണ്ട് ഉണ്ട്? അപ്പൊ ആകെ 6 റൗണ്ട് മത്സരമാണ് ഉള്ളത്. അപ്പൊ എന്തായാലും ഇത് ആദ്യത്തെ റൗണ്ടാണ്. അപ്പൊ എന്തായാലും എല്ലാരും പോയി ഒളിച്ചോ. എല്ലാരും ഒളിക്കാനുള്ള സമയമാണ് ഇപ്പൊ. എന്തായാലും ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ ഓരോരുത്തരായി പോയി ഒളിക്കാൻ നോക്കിക്കോ. അയ്യോ, ആദ്യം തന്നെ പോയി ഒളിക്കേണ്ടത് ഞാനാണല്ലോ. അയ്യോ, കുഴപ്പമില്ല, നമുക്കാണെങ്കിൽ കുറെ സ്ഥലം കിട്ടും. എവിടെ വേണേലും നമുക്ക് ഒളിക്കാം. ഇപ്പൊ ആണെങ്കിൽ ആരും ഒളിച്ചിരുന്നിട്ടും ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക് എവിടെ പോയി ഒളിക്കും? ദാണ്ട് ഇവിടെ ഒരു വീടുണ്ട്. അപ്പൊ ഈ വീടിന്റെ മേളിൽ വല്ലതും കയറാൻ നോക്കാം. ദേണ്ടൊരു ഏണി. അപ്പൊ നമുക്ക് ഈ ഏണിയുടെ മേളിൽ കയറി നമ്മുടെ വീടിന്റെ മേളിൽ കയറി നിൽക്കാം. അതാകുമ്പോ ആരും എന്നെ കണ്ടുപിടിക്കാൻ വരത്തില്ല. നമ്മുടെ ഫ്രാങ്ക്ലി മാമനൊക്കെ വേറെ എവിടെയൊക്കെ തപ്പി നടക്കാൻ നേരത്ത് നമ്മൾ ഇവിടെ തന്നെ ഇരിക്കും. അല്ല, ഇവിടെ കുറെ പൈപ്പൊക്കെ കിടക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്തിനാ ഇവിടെ വെറുതെ കുറെ പൈപ്പൊക്കെ ഇട്ടേക്കുന്ന? എന്തായാലും നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഒളിച്ചിരിക്കാം. ഇവിടെ ആകുമ്പോ ആരും നമ്മളെ കണ്ടുപിടിക്കാൻ വരത്തില്ല. ഫ്രാങ്ക്ലി മാമന് നമ്മളെ കണ്ടുപിടിക്കാതെ കുറെ വിഷമിക്കേണ്ടി വരുമല്ലോ. അയ്യോ, അച്ഛൻ പറയാതാണെങ്കിൽ എനിക്ക് ഫ്ലാഷിന്റെ എബിലിറ്റി ഉണക്കാൻ പറ്റത്തില്ല. ഫ്ലാഷ് ആയിട്ട് പോവാനും പറ്റത്തില്ല. നമ്മളിത് എവിടെ പോയി ഒളിക്കും? ഷിൻചാനാണെങ്കിൽ ഇങ്ങോട്ടാ പോയിട്ടുള്ളത്. എന്തായാലും അങ്ങോട്ട് പോയ ഉറപ്പായിട്ടും ഫ്രാങ്ക്ലിൻ നമ്മളെ കണ്ടുപിടിക്കും. ഇവിടെ ഒരു ഇടവഴി ഉണ്ട് കേട്ടോ. ദാണ്ട് ഇവിടൊക്കെ ആണെങ്കിൽ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ. നമ്മൾ എവിടെ പോയി ഒളിക്കും? കാണുന്ന തൂണിന്റെ പുറകെ നമുക്ക് പോയി ഒളിക്കാൻ നോക്കാം. ഇതാകുമ്പോൾ പെട്ടെന്ന് ഫ്രാങ്ക്ലിന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഫ്രാങ്ക്ലിന് ഒരു
ഒരിക്കലും എന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ലോകത്തിലെ കോട്ട എന്നൊക്കെ പറയുന്ന എന്നെയാണ് ഇവന്മാരെ കൊണ്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിപ്പിക്കുന്നത്. എന്തായാലും നമ്മളെ ഫ്രാങ്ക്ലിൻ പറഞ്ഞ കളിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു വിധത്തിൽ മേളിൽ കയറി വന്നു. അയ്യോ, നമ്മൾ ഇനി എങ്ങോട്ട് പോവും? ഇവിടൊക്കെ ആണെങ്കിൽ എല്ലാം തുറന്ന സ്ഥലങ്ങളാണല്ലോ. ദാണ്ട് ആ ഫ്ലെക്സിന്റെ പുറകെ പോയി ഒളിക്കാം. ഇതാകുമ്പോ ആരും പെട്ടെന്ന് കണ്ടുപിടിക്കത്തില്ല. ലോകത്തിലെ വലിയ ഫുട്ബോൾ താരമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. ദാണ്ട് ഇവിടെ സ്ഥലം ഉണ്ടല്ലോ. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഇവിടെ ആകുമ്പോൾ പെട്ടെന്നൊന്നും ആരും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഫ്രാങ്കിളിനൊക്കെ നമ്മളെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അയ്യോ, ആ ചെലന്തി വല ഇടാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ചെലന്തി വല ഉപയോഗിച്ച് പറന്നെങ്കിലും പോവായിരുന്നു. ഇതാണെങ്കിൽ നടന്നു തന്നെ പോണമല്ലോ. ഇവിടെ ആണെങ്കിൽ ഒരു ബിൽഡിംഗ് പോലും ഇല്ല ആവശ്യത്തിന് ഉയരമുള്ള. എന്തായാലും നമുക്ക് പറ്റിയ ഉയരമുള്ള ഒരു ബിൽഡിംഗ് പോലും ഇവിടെ കാണാനില്ല. എന്തായാലും ഈ ഏണിയുടെ മേളിലോട്ട് കയറിയിട്ട് നമുക്ക് അതിന്റെ മേളിൽ വല്ലതും പോയി ഒളിച്ചിരിക്കാം. അതേ നടക്കത്തുള്ളൂ. ആ CR7 എങ്ങാണ്ട് അപ്പുറത്തെ ഏണിയുടെ മേളിലെങ്ങാണ്ട് നിൽക്കുന്ന കണ്ടു. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇതൊക്കെ ഉള്ളൂ ഒളിക്കാനായിട്ട് പറ്റിയ സ്ഥലങ്ങളൊക്കെ. അയ്യോ അമ്മേ, അയ്യോ അയ്യോ അയ്യോ, എൻ്റെ പൊന്നോ, ഒരു വിധത്തിൽ നമ്മൾ മേളിൽ കയറി. എന്തായാലും ആ ചെലന്തി വല ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. എന്തായാലും സുകുമാരൻ ചേട്ടൻ്റെ കടയെന്നെങ്കിലും കുറച്ച് ചെലന്തി വല മേടിക്കാതെ ഒന്നും നടക്കത്തില്ല. അയ്യോ, എന്ത് ചെയ്യൂ ഇനി? എൻ്റെ കാലിന് മുട്ടിന് വേദനയുണ്ട്. എന്തായാലും ഒത്തിരി ഓടാനും പറ്റത്തില്ല. ദാണ്ട് ഇതല്ലേ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ എപ്പോഴും പോകുന്ന സ്ഥലം. എന്തായാലും നൈസായിട്ട് നമുക്ക് ഇവിടെ തന്നെ പോയി ഒളിച്ചിരിക്കാം. അയ്യോ, ഇവിടെ നിന്നൊന്നും ഒരിക്കലും നമ്മളെ ഫ്രാങ്ക്ലിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാര്യം ഫ്രാങ്ക്ലിൻ ഒരിക്കലും ഇവിടെ പോലും വന്നിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഇവിടെയൊക്കെ നല്ല കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഇവിടെ എവിടെയൊക്കെ ഒളിച്ചിരിക്കണം. അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ വല്ല അബദ്ധത്തിൽ വരെ കയറി വന്നാൽ നമ്മളെ കാണും. പറ്റിയൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഒളിച്ചിരിക്കാം. ചിങ്കസാറിന്റെ അടുത്ത ഓമാരുടെ കളി. എന്റെ പൊന്നോ, നമ്മൾ അവിടെ വെച്ച് നമ്മൾ തോക്കുമെന്നൊക്കെ പറഞ്ഞാലും നമ്മളെന്തായാലും ഈ കളി ജയിക്കാൻ പോവാണ്. കാര്യം എന്ന് പറയുന്നത് നമുക്ക് ജയിക്കാൻ ഒക്കെ അറിയാം. ദാണ്ട് ഇവിടെ കുറച്ച് പുല്ലുണ്ടല്ലോ. എന്തായാലും ഈ പുല്ലിനകത്ത് കയറിയിരുന്ന നമ്മുടെ യൂണിഫോമിന്റെ കളറും പുല്ലിന്റെ കളറും സെയിം ആയതുകൊണ്ട് ആരും തന്നെ നമ്മളെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ഫ്രാങ്ക്ലിനല്ല, അവന്റെ അച്ഛൻ വന്നാലും നമ്മളെ കണ്ടുപിടിക്കത്തില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ എല്ലാവരും ഒളിച്ചിരുന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്കിനി എല്ലാവരും പോയി കണ്ടുപിടിക്കണം. അപ്പൊ എന്തായാലും ഇവിടൊക്കെ നോക്കുന്ന സമയത്ത് ആരും ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പൊ എല്ലാരും ഓരോ സ്ഥലത്തായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം കാണുന്ന ആളെ എന്തായാലും നമ്മൾ വെടിവെക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ആദ്യം തന്നെ ഇവിടെ ഒരു വലിയൊരു വീട് കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ വീടിന്റെ മണ്ടയ്ക്ക് ആരിലൊക്കെ കാണാതിരിക്കത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് വീടിന്റെ സൈഡിൽ കൂടെ പോയിട്ട് അതിലെ കോണി വഴി നമുക്ക് മേളിലോട്ട് കയറാം. എന്തായാലും മേളിൽ തന്നെ ആരിലൊക്കെ കാണുമായിരിക്കും. അങ്ങനെ നമ്മൾ മേളിൽ എത്തിയിട്ടുണ്ട്. ഇവിടൊക്കെ നോക്കാൻ നേരത്തെ ഇവിടുന്ന് ആരെയും കാണുന്നൊന്നുമില്ല. എന്തായാലും മാറിയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരിക്കും. എന്തായാലും നമുക്ക് അപ്പുറത്തോടും കൂടെ പോയി നോക്കാം. അപ്പം ഗൈസ്, അങ്ങനെ നമ്മൾ ഷിൻചാനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഷിൻചാനാണെങ്കിൽ ഇവിടെ മാറി വന്ന് നിൽക്കുമായിരുന്നു. എടാ ഷിൻചാനെ, നിന്നെയാണ് ആദ്യം കണ്ടെത്തിയത്. അയ്യോ ഫ്രാങ്ക്ലിൻ മാമൻ എങ്ങനെ ആദ്യം എന്നെ തന്നെ കണ്ടുപിടിച്ചത്? അയ്യോ, ഞാൻ വെറുതെ ഇവിടെ നിൽക്കുമല്ലായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ആദ്യം കണ്ടുപിടിച്ചത്, അതുകൊണ്ട് നിന്നെ വെടിവെക്കുക. അപ്പം ഗൈസ്, അങ്ങനെ നമ്മൾ ഷിൻചാനെ വെടിവെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി ഇവിടെ നോക്കാൻ നേരത്തെ ഇവിടെ ഒന്നും ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. ഷിൻചാൻ മാത്രമാണ് ഈ വീടിന്റെ മണ്ടയ്ക്ക് കയറിയെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും മേളിലൊക്കെ നമ്മൾ നോക്കിയപ്പോഴും ആരെയൊന്നും കാണുന്നൊന്നുമില്ല. അപ്പൊ എന്തായാലും നമുക്ക് നൈസായിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് താഴെയൊക്കെ നോക്കാം. അപ്പൊ എന്തായാലും നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ആരിലൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. കാര്യം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ അധികം ആൾക്കാരൊന്നും വരാത്ത സ്ഥലങ്ങളാണ്. അപ്പൊ ഇവിടെ ആയിരിക്കും മിക്ക ആൾക്കാരും നിൽക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും അപ്പുറത്തൊക്കെ ആരിലൊക്കെ കാണുമായിരിക്കും. എന്തായാലും അപ്പുറത്ത് തന്നെ ഒരു വലിയൊരു കണ്ടെയ്നർ ഉണ്ട്. മിക്കവാറും കണ്ടെയ്നറിൽ ആരെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ നോക്കാൻ നേരത്ത് കണ്ടെയ്നറിലും ആരെയൊന്നും കാണുന്നൊന്നും ഇല്ല. അപ്പൊ മിക്ക ആൾക്കാരും ഇപ്പം കണ്ടെയ്നറിലൊന്നും അല്ല കയറിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ ഫ്ലാഷ് കിഡിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഫ്ലാഷ് കിഡും അപ്പൊ ഈ റൗണ്ടിൽ നിന്ന് ഔട്ട് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി 4 പേരെയും കൂടെ കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ നോക്കാൻ നേരത്ത് ഒരു ബാറും കാണൊക്കെ കാണുന്നുണ്ട്. അപ്പൊ മിക്കവാറും ആരെങ്കിലും ഈ ബാറിലും കൂടെ കാണുമായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ബാറിനകത്ത് കയറി നോക്കാം. എന്തായാലും ആരെങ്കിലും കാണാതിരിക്കാൻ കഴിയില്ല. അപ്പൊ എന്തായാലും നമ്മൾ കയറി നോക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും ആരെയും കാണുന്നൊന്നും ഇല്ല. എന്തായാലും നമുക്ക് അകത്തോടും കൊണ്ട് പോയി നോക്കാം. അപ്പൊ അങ്ങനെ നോക്കുന്ന വഴിക്കാണ് നമ്മൾ ബാറ്റ്മാനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എടാ ബാറ്റ്മാനെ, നിന്നെ കണ്ടടാ. അങ്ങനെ ബാറ്റ്മാനും ഈ ഗെയിമിൽ നിന്ന് ഔട്ട് ആയിരിക്കുകയാണ്. അല്ല, നിന്നോട് ആരും എവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞേ? എടാ പോയി അവിടെ നിൽക്കണം. അപ്പം ഗൈസ്, നമുക്കിനി 3 പേരെയും കൂടെയാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. മിക്കവാറും ആരെങ്കിലും ഈ വീടിന്റെ മേളിൽ തന്നെ കാണുമായിരിക്കും. അതും പ്രതീക്ഷിച്ച് നമ്മൾ വന്ന് നോക്കിയാൽ നേരത്തെ ഇവിടുന്ന് ആരും കാണുന്നൊന്നും ഇല്ല. എന്തായാലും അപ്പുറത്തെ വശം കൂടെ പോകാൻ നോക്കാവുന്ന സമയത്താണ് അവിടെ ഒരാൾ അനാഥപ്രയത്തെ പോലെ നിൽക്കുന്നത് കാണുന്നത്. അതായത് നമ്മുടെ CR7 അവിടെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നു. അപ്പൊ എന്തായാലും ആരും കാണത്തില്ലെന്ന് പറഞ്ഞ പുള്ളി നിന്നെയാണ്. മിക്കവാറും എല്ലാവരും കാണുന്ന സ്ഥലത്ത് തന്നെയാണ് പുള്ളി വന്ന് നിന്നിട്ടുള്ളത്. അങ്ങനെ CR7 നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അങ്ങനെ CR7 ഈ റൗണ്ടിൽ നിന്ന് ഔട്ട് ആയിരിക്കുകയാണ്. അപ്പൊ ഇപ്പുറത്ത് നോക്കുന്ന സമയത്ത് വേറൊരു ബിൽഡിംഗ് അതേപോലെ തന്നെ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ മേളിലും ആരിലൊക്കെ കാണാതിരിക്കത്തില്ല. അപ്പൊ
എന്തായാലും നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ മേളിൽ കയറി നോക്കാം. ഒന്നെങ്കിൽ ചിങ്കസാറോ അല്ലെങ്കിൽ സ്പൈഡർമാനോ അതിലാരെങ്കിലും ഒരാൾ ഈ ബിൽഡിങ്ങിന്റെ മേളിൽ തന്നെ കാണുമായിരിക്കും. അങ്ങനെ നമ്മൾ ബിൽഡിങ്ങിന്റെ മേളിലൊക്കെ കയറിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിന്റെ തൊട്ട് മേളിലത്തെ റൂഫിലും കൂടെ കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സ്പൈഡർമാന്റെ തല അവിടെ കാണുന്നത്. എന്തായാലും സ്പൈഡർമാൻ നമ്മളെ കാണാത്ത പോലെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൈഡർമാനെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം മണ്ടന് മനസ്സിലായിട്ടില്ല. അങ്ങനെ സ്പൈഡർമാനും ഈ ഒരു റൗണ്ടിന് ഔട്ട് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി കണ്ടുപിടിക്കാനുള്ളതെന്ന് പറയുന്നത് ചിങ്കസാറിനും കൂടിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ചിങ്കസാറിനെ കൂടെ കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ ചിങ്കസാറിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും മേളിലുള്ള ബിൽഡിംഗ് എല്ലാം നമ്മൾ നോക്കിയിട്ട് ചിങ്കസാറിനെ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ കൂടെയാണ് നോക്കാനായിട്ടുള്ളത്. അപ്പൊ ചിങ്കസാർ എന്തായാലും ഒത്തിരി ദൂരമൊന്നും പോകാൻ സാധ്യതയില്ല. പുള്ളിക്കാരന്റെ മുട്ടുവേദനയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇവിടെ ഒക്കെ നോക്കാൻ നേരത്തെ ഇവിടെ ഒന്നും ആരും കാണുന്നൊന്നുമില്ല. അപ്പൊ എന്തായാലും അപ്പുറത്തെ വശത്തുണ്ടോ നോക്കുന്ന സമയത്ത് അപ്പുറത്തെ വശത്തോ ആരെയൊന്നും കാണുന്നൊന്നുമില്ല. അല്ല ഈ ചിങ്കസാർ അവിടെ പോയി കിടക്കുവാണ്. ചിങ്കസാറും കൂടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ചിങ്കസാർ തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ ജയിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ചിങ്കസാറിന്റെ ഒരു തൊപ്പി കാണുന്നുണ്ട്. ചിങ്കസാർ ഇവിടെ തന്നെ ഉണ്ട്. ചിങ്കസാർ ഈ പുല്ലിന്റെ ഇടത്ത് തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ചിങ്കസാറിനും കൂടെ അവസാനമായിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ചിങ്കസാറെ നിങ്ങളാണ് ഈ കളി ജയിച്ചിട്ടുള്ളത്. എനിക്കറിയാം അപ്പോഴേ ഞാനേ ജയിക്കത്തുള്ളന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇമാതിരി മത്സരത്തിനൊന്നും വരാത്തത്. മോൻ പറഞ്ഞോണ്ട് മാത്രമാ ചിങ്കസാർ ഇവിടെ വന്നത്. എന്നാ ശരി മോനെ, ചിങ്കസാർ വിട്ടേക്കുവാ. എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് ചെയ്തു തീർക്കാൻ. അപ്പൊ ശരി, എന്നാ വേറെ എവിടെയൊക്കെ വെച്ച് കാണാം കേട്ടോ. എന്നാ ശരി ചിങ്കസാറേ, ഇവിടെ വരെ വന്നതിന് ഒരുപാട് താങ്ക്സ്. അങ്ങനെ ഗൈസ് ചിങ്കസാർ പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. എന്തായാലും ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള കണ്ടന്റ്സുമായിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. എന്തായാലും സൈഡിൽ കാണുന്ന വെല്ലുമണി അമർത്താൻ മറക്കണ്ട. അപ്പൊ ശരി എന്നാ.